ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നത്, സ്പെക്ട്രോസ്കോപ്പി. നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അപ്പം ആദ്യമായി എന്താണ് ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? അതിനുവേണ്ടി ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു മാറ്റർ നമ്മൾ കൺസിഡർ ചെയ്തു. മാറ്ററിലേക്ക് നമ്മൾ റേഡിയേഷൻ പതിപ്പിക്കുകയാണ്. അപ്പം ഈ മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് പൊതുവെ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പം സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻറ്ററാക്ഷൻ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ. സ്പെക്ട്രോസ്കോപ്പി രണ്ട് തരത്തിലുണ്ട്. അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. പിന്നെ ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് പഠിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, അതൊരു റേഡിയേഷനാണ്. പിന്നെ നമ്മുടെ പേരിൽ നോക്കാം, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇതിന് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത്. ഇത് ഡ്യുവൽ നേച്ചർ കാണിക്കും. ഇതിന് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വേവ് നേച്ചറും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഡ്യുവൽ നേച്ചർ കാണിക്കുന്നു. പിന്നെ ഉള്ളത് അതിൻ്റെ സ്പീഡാണ്. സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ u=c/λ. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. എനർജീൻ്റെ ഇക്വേഷൻ, ക്വാണ്ടൈസ്ഡ് എനർജീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, E=hν. ന്യൂവിന് നമുക്ക് പകരം h ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h×c/λ എന്ന് എഴുതാം. 1/λ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. സോ h×c×ν എന്നുകൂടി നമുക്ക് എഴുതാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണ്? ഒന്നുമില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഫ്രീക്വൻസി കൂടുന്ന തരത്തിലോ അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്ന തരത്തിലോ അല്ലെങ്കിൽ കുറയുന്ന തരത്തിലോ പ്രത്യേക ഓർഡറിൻ്റെ ബേസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ്. ആ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഞാനിവിടെ ഫ്രീക്വൻസി കൂടുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് റേഡിയോ വേവിന്, പിന്നെ കൂടുതലുള്ളത് മൈക്രോവേവിന്, പിന്നെ ഇൻഫ്രാറെഡിന്, അത് കഴിഞ്ഞാൽ റെഡ് കഴിഞ്ഞ് വിബ്ജിയോസിലെ കളേഴ്സ് വരും, പിന്നെ വയലറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അൾട്രാ വയലറ്റിനെക്കാട്ടും ഫ്രീക്വൻസിയാണ് എക്സ്റേക്ക്, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേസിനാണ്. അപ്പം ഈ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ചില കാര്യമാണ്. ഇനി നമുക്ക് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു മോളിക്യൂളിനെയാണ്. നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോളിക്യൂളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മളതിനെ വിളിക്കും മോളിക്യുലാർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. അപ്പം ഒരു മോളിക്യൂളിന് എത്ര തരത്തിലുള്ള എനർജീസ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഒരു മോളിക്യൂളിന് ഇലക്ട്രോണിക് എനർജി ഉണ്ടാവാം, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവാം, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവാം. അപ്പം എന്താണ് റൊട്ടേഷണൽ എനർജി? ദ എനർജി പോസസ്ഡ് ബൈ ദ മോളിക്യൂൾ ബൈ വിർച്യൂ ഓഫ് ബോഡിലി റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഒന്നുമില്ല, ഒരു മോളിക്യൂളിന് ഒരു ആക്സിസുമായി ബന്ധപ്പെട്ട് കറങ്ങുമ്പോൾ ആ റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന എനർജി എന്ന് വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ എനർജി. പിന്നെ വൈബ്രേഷണൽ എനർജി, ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ പീരിയോഡിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓഫ് ദ മോളിക്യൂൾ ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, ദാറ്റ് ഈസ് കോൾഡ് വൈബ്രേഷണൽ എനർജി. അതിലൊന്നുമില്ല, വൈബ്രേഷനുമായി ബന്ധപ്പെട്ട് ആ മോളിക്യൂൾ ഉണ്ടാകുന്ന എനർജിയാണ് വൈബ്രേഷണൽ എനർജി. പിന്നെ ഇലക്ട്രോണിക് എനർജി ഉണ്ട്, ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മൂലം ഉണ്ടാകുന്ന എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് എനർജി. ഈ എനർജി ഉള്ളതുപോലെ തന്നെ മോളിക്യൂൾസിൽ എനർജി ലെവൽസ് ഉണ്ടാവും. നമുക്ക് റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവാം, വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവാം, ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ടാവാം. അപ്പം റൊട്ടേഷണൽ എനർജി ലെവൽസിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് J എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അത് 0, 1, 2, 3 ആണ് അതിൻ്റെ വാല്യൂസ്. പിന്നുള്ളതാണ് വൈബ്രേഷണൽ എനർജി ലെവൽസ്. വൈബ്രേഷണൽ എനർജി ലെവൽസിനെ നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ആണ്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക് എനർജി ലെവൽസ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് N എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. നമ്മുടെ ഷെല്ലില്ലേ, അത് തന്നെ N=1, 2, 3 ആണ്. ഇവിടെ 0 ഇല്ല, 1, 2, 3 തുടങ്ങുന്നത്. അപ്പം ആ എനർജി ലെവൽസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ്. അപ്പം നമുക്കതിനെ ബേസിക് ആയിട്ടുള്ള ചില എനർജി ലെവൽസ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, E" എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെ E" ആണ്. E" പിന്നെ E' ആണ്. ഈ രണ്ടെണ്ണമാണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ്. ഇത് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആണ്. അപ്പം ഇതൊരു വലിയൊരു ഗ്യാപ്പാണ്. ഈ ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ ഉള്ളിൽ നമുക്ക് വൈബ്രേഷണൽ എനർജി ലെവൽസിനെ കാണാം.
വൈബ്രേഷണൽ എനർജി ഞാൻ പറഞ്ഞു വി എന്ന് പറഞ്ഞ ലെറ്റർ 0, 1, 2, 3 വരുന്നത്. ഇവിടെ അതാ 0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈബ്രേഷൻ എനർജി ലെവൽ, പിന്നെ 1, പിന്നെ 2. അപ്പം ഇതാണ് വൈബ്രേഷണൽ എനർജി ലെവൽസ്. ഇനി ഈ വൈബ്രേഷണൽ എനർജി ലെവൽസിൻ്റെ നമ്മളിത് ഈ വൈബ്രേഷൻ എനർജി ലെവൽസ് 1ഉം 2 കൊടുക്കുക. ഈ 1ഉം 2ൻ്റെ ഇടയിൽ വീണ്ടും കുഞ്ഞാച്ചിയായിട്ടുള്ള റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാവും. റൊട്ടേഷണൽ എനർജി ലെവൽസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ജെ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് 0 ആവാം, 1, 2, 3, 4. അപ്പം ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഉണ്ട്, വൈബ്രേഷൻ എനർജി ലെവൽസ് ഉണ്ട്, റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട്. ഏറ്റവും കുഞ്ഞാച്ചിയായിട്ടുള്ളത് റൊട്ടേഷൻ എനർജി ലെവൽസ്, പിന്നെ വൈബ്രേഷൻ എനർജി ലെവൽസ്, അത് കഴിഞ്ഞ് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് എനർജി ലെവൽസ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്നെങ്കിൽ താക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഉണ്ട്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അപ്പോൾ നോക്കാം, അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയാണ്. അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഇൻ ദ മൈക്രോവേവ് റീജിയൻ ക്യാൻ കോസ് ട്രാൻസിഷൻ ബിറ്റ്വീൻ റൊട്ടേഷൻ എനർജി ലെവൽസ്. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ മാറ്ററിൽ കൊടുക്കുന്നത് മൈക്രോവേവ് റേഡിയേഷനാണ്. മൈക്രോവേവ് റേഡിയേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ മോളിക്യൂളിലെ നമ്മുടെ മാറ്ററിലെ മോളിക്യൂൾസിൽ എനർജി ലെവൽസ്, റൊട്ടേഷണൽ എനർജി ലെവൽസിൽ ചില ചേഞ്ച് ഉണ്ടാവും. അതിനാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. അതുമായിട്ട് നമ്മൾ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ΔEJ എന്ന് പറയുന്നത് 0.1 to 1 kJ/mol റേഡിയേഷനാണ് നമ്മൾ മോളിക്യൂളിൽ പതിപ്പിക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. ഒരു മാറ്ററിൽ നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് കൊടുക്കുമ്പോൾ ആ മാറ്റർ എന്ത് ചെയ്യും, അതിൻ്റെ റൊട്ടേഷൻ എനർജി ലെവൽസിൽ ഈ എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിന് റൊട്ടേഷണൽ ട്രാൻസിഷൻ നടത്തും. അത്തരം സ്പെക്ട്രോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി. പിന്നുള്ളതാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഒന്നുമില്ല, മാറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് ആണ്. അപ്പം ആ റേഡിയേഷൻസ് കൊടുക്കുമ്പോൾ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കും. അപ്പം അത്തരം സ്പെക്ട്രോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ΔEV എന്ന് പറയുന്നത് 1 to 100 kJ/mol ആണ്. ഒന്നുമില്ല, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് 1 to 100 kJ/mol ആയിരിക്കും, അതായത് IR റീജിയനിലാണ്. പിന്നെ നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഒന്നുമില്ല, നമ്മൾ ഹൈ എനർജിയുള്ള റേഡിയേഷൻ ആയിട്ടുള്ള UV വിസിബിൾ സ്പെക്ട്രം, അതായത് അൾട്രാവയലറ്റും വിസിബിൾ ലൈറ്റിൻ്റെയും റേഡിയേഷൻ റേഞ്ച് നമ്മൾ കൊടുക്കുമ്പോൾ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് എനർജി ലെവൽസിൽ ട്രാൻസിഷൻ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അപ്പം ട്രാൻസിഷൻ ബിറ്റ്വീൻ ഇലക്ട്രോണിക് എനർജി സ്റ്റേറ്റ് ഓഫ് മോളിക്യൂൾ കോസ്ഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഇൻ UV വിസിബിൾ റീജിയൻ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന എനർജി, നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് ΔEN എന്ന് പറയുന്നത് 1000 to 10,000 kJ/mol ആണ്. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ റഷ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. അപ്പം താങ്ക് യു.